ബൈജുടെ അടുത്തത് 2014 ഇറ. ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും? സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരിക. വണ്ടി ലോക്ക്ഡൗൺ ചളി ഉണ്ട് നോക്കണം. അതേ സമയത്ത് എടുക്കുന്നതൊക്കെ എന്തെങ്കിലും നിലവിൽ വർക്ക് ഉള്ളതായിട്ടുണ്ടോ? ഇല്ല, 4 വീൽ കപ്പ് ഇടാണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഏകദേശം ഒരു 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന 800cc എഞ്ചിൻ അല്ലേ ഇതിന് വരുന്നത്. ഓക്കെ, ഇന്റീരിയർ ഒക്കെ ആവറേജ് നീറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഫുൾ ലോൺ തന്നെ കിട്ടും. റേറ്റ് 1.60. കുറയും കൂടും, ചെറിയ തോതിൽ കുറയും. മേള അതിനെ കൂട്ടുന്നത്. നമസ്കാരം, ഞാൻ അപ്പി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എയർപോർട്ടിന് തൊട്ടടുത്തായിട്ടുള്ള കുമ്മിണിപ്പറമ്പ് തറയിട്ട എന്നുള്ള ലൊക്കേഷനിലാണ്. തൊട്ട ബാക്കിൽ കാണുന്നത് നയറാൻ്റെ പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റുള്ള 2 പ്ലോട്ടുകളിലായിട്ട് ചെറിയൊരു കുട്ടിമേള നടക്കുന്നുണ്ട്. ഓണമൊക്കെ പ്രമാണിച്ചിട്ട് മാക്സിമം ഡിസ്കൗണ്ടും അതേപോലെ തന്നെ ഫുൾ ലോണൊക്കെ കിട്ടുന്ന വണ്ടികളുടെ ഏകദേശം ഒരു 50ഓളം വണ്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. വീഡിയോ തീരുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. മൂവിങ് ടു ദ വീഡിയോ. പൈസയുടെ ഓണം ഓഫറിൽ മേള എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 50ഓളം വണ്ടികൾ അടിക്കിട്ടിട്ടുണ്ട്. എന്താ പരിപാടി? മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ KL 13 2018 വാഗണാറാ. ഡീറ്റെയിൽ എങ്ങനെയാ? 2012 മോഡല്, സെക്കൻഡ് ഓർഡർ വണ്ടി, 82,000 കിലോമീറ്റർ. ഓക്കെ, നമുക്കൊരു 4.5 ഫൈനൽ കൊടുക്കാം. 4.5 ഫൈനലാ? ഇത് ചെറിയ തോതിൽ കുറയ്ക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം വണ്ടി. ലോൺ ഏകദേശം 4.4 റേഞ്ചിലൊക്കെ വരുന്ന വണ്ടിയാണ്. ക്യാഷ് ബാക്ക് കൊടുക്കാം. ക്യാഷ് ബാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? AMT ട്രാൻസ്മിഷൻ ആണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ കാര്യമായിട്ട് എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? ഡോറോ ഗ്ലാസ് തോന്നുന്നുണ്ട്. ഗ്ലാസ് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ എടുക്കുന്ന നോക്കുമ്പോൾ നിലവിലുണ്ടോ? വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. 13-15 റേഞ്ചിൽ മൈലേജ് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടി അല്ലേ? ഫുൾ ലോണിൽ വാഗണർ 2014 മോഡൽ വാഗണർ ഫുൾ ലോണിൽ കിട്ടുന്നുണ്ടോ? LXI എന്നുള്ളത് ബേസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓണർഷിപ്പ് എത്ര ഉണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 90. ഓക്കെ, അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? 2014 മോഡൽ വാഗണറിന് 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം റുപ്യ ഉള്ളൂ 2014 മോഡൽ വാഗണറിന്. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ കയറും 60-70 റേഞ്ചിലൊക്കെ ലോൺ പറയാൻ വേണ്ടി പറ്റുന്ന വണ്ടിയല്ലേ? റേറ്റ് ഇനി കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെ മേളേന്റെ അകത്തുള്ള ഓഫർ. അടുത്തത് 2016 ഡാറ്റ്സൺ ഗോ ആണ്. 5 സീറ്റർ 1200cc വരുന്ന വണ്ടി. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 40-35 35,000. ഓക്കെ, നിലവിലുള്ള കണ്ടീഷൻ എന്താ? നല്ല വണ്ടിയാ. എന്തെങ്കിലും വർക്കൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗും, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. എല്ലാം വർക്കിംഗും അല്ലേ? 2016 ഡാറ്റ്സൺ ഗോ. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? ഇത് 2.5. 2,05,000. ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം. 1.80 മുകളിലൊക്കെ ലോൺ കയറും. 2 രൂപയ്ക്ക് അടുത്ത് തന്നെ ലോഡ് കയറാൻ പറ്റൂലേ? ഫുൾ ലോണില് ചെറിയ വണ്ടി. ഓക്കെ, അടുത്തത് 2015 XV മൈക്ര പെട്രോൾ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി അല്ലേ? പെട്രോൾ ആണ്. ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വലിയൊരു മെയിൻ്റനൻസും വരുന്നില്ല. മൈക്രോ നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? ഇത് നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കട്ടോ. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് സിംഗിൾ. എത്ര റേറ്റ്? എത്ര ഓഫർ റേറ്റ്? എത്രയാ? നമുക്ക് 2.5 ഫൈനൽ കൊടുക്കാം. 2.5 കൊടുക്കുക. 2.5 ലോണും കയറില്ല. 2.5 ലോണും കയറും. എടുക്കുന്ന നിലവിൽ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? പണിയൊന്നുമില്ല. പെട്രോൾ അടിക്കുക, അത്രേ ഉള്ളൂ. പെട്രോൾ അടിക്കുക, കൊണ്ടുനടക്കുക അല്ലേ? ഫുൾ ഓൺ അൾട്ടോ കേട്ടൻ VXI. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ. മോഡൽ ഏതാ? 15-16? 16. 2016 ഓട്ടോ കേട്ട ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും. റേറ്റ് എങ്ങനെ വരുന്നത്? അപ്പോൾ നമുക്ക് 2.45 ഫൈനൽ കൊടുക്കാം. 2016 ഓൾട്ടോ കേട്ടനാണ്. LXI ആണോ VXI ആണോ? VXI എന്നുള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. നമ്മളെ വാഗണാറിലുള്ള സെയിം എഞ്ചിൻ തന്നെ VXI എന്നുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നവരുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. 15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. സാധാരണ ഓൾട്ടോനേക്കാളും അത്യാവശ്യം നല്ല പവറുള്ള വണ്ടി അല്ലേ? അതെ. അപ്പോൾ അത്യാവശ്യം ഒരു സിബിലുള്ള ഒരാളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ലക്ഷം റേഞ്ചിൽ തന്നെ ലോൺ വരുന്നുണ്ടാവും. വേറെ ഇടിച്ചു പൊളിഞ്ഞ വണ്ടി, ഫ്ലഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ളതിനെ കൊണ്ടല്ലോ? ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ എത്രയാണ് പറയാൻ പറ്റുക? കിലോമീറ്റർ 95. ഓക്കെ, എർട്ടിക 2015. പെട്രോൾ ആണ്? ഡീസൽ. DDIS ബാഡ്ജിങ് കാണുന്നുണ്ട്. LD VDI
വീഡിയോ എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ റോയില് AC വെൻസ് ഉൾപ്പെടെ AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരിക. ഫിയാറ്റിന്റെ എഞ്ചിനിൽ 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. വൈചേട്ടാ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 90. ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ട്? സിംഗിള്. റീപ്ലേസ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? ഇല്ല, റീപ്ലേസ് ഇല്ല. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? 2015 അർട്ടിയക്ക് 5.5. 5.5 വെച്ചാൽ 5,05,000. 5.50 ഉണ്ട്, 5.05 ഉണ്ട്. ആ 0 എവിടെയാന്നുള്ളത് 5,05,000 5 റുപ്യക്ക് താഴെ ഇട്ട് കിട്ടുമോ? 2015. അല്ല, അതിനെ കൊണ്ട് ഞാനൊരു കയ്യകലത്തിൽ നിന്ന് ചോദിച്ചേ. നമുക്ക് 5 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. 5 റുപ്യക്ക് ഫൈനൽ കൊടുക്കാം. ലോണൊക്കെ എത്ര വരാൻ പറ്റും? ലോൺ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. എർട്ടിക 2015 ഉണ്ട് അല്ലേ? ഇനി വണ്ടി വന്നോട്ടെ, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓണക്കല്ലേ ചെയ്ത് കൊടുക്കാം. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും. 20 ആസ്റ്റ 2014. ഈ എല്ലോയ്സ് എനിക്ക് വരുമോ? ബൊസൈന്റെ ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ചെയ്തിട്ടുണ്ട്. ആ എല്ലോയ്സ് മാത്രം എനിക്ക് വരുമോ? വണ്ടിക്ക് വേണ്ട, എല്ലോയ്സ് വരുമോ? 40 റുപ്യ മതി. 40 റുപ്യ ഒക്കെ കൊടുക്കാം. എനിക്ക് പുതിയ പിടിച്ചാൽ പോരെ. ആസ്റ്റ ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ CRDI 1.4 എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 18-20 റേഞ്ചിൽ മൈലേജും കിട്ടും. ആസ്റ്റയിലേക്ക് വരുന്നേരം പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല ഇതില്? അതെ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ? ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇതിൽ എയർ ബാഗ് 2 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ? 2 എണ്ണം. ഹ്യുണ്ടായിന്റെ കാര്യം അതിനെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഓരോ കൊല്ലം ഓരോ മര്യാദ. 2 എയർ ബാഗേ ഉള്ളൂ. 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, 6 സ്പീഡ് ഗിയർ ബോക്സ് തുടങ്ങി ഒരുവിധമല്ല ABS, EBD എന്തൊക്കെയോ സാധനങ്ങൾ ഒരുവിധമല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്. സാധാരണ ആസ്റ്റയിൽ വലിയ കമ്പനി എല്ലോയ്സ് വരുന്നതാണ്. ഇതിപ്പം എല്ലോയ്സ് മാറ്റിയിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് അടിപൊളി എല്ലോയ്സിൽ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് മെഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊഞ്ചാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 1.28. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് 2015 ലൈറ്റിന്റെ ആസ്റ്റർ. റേറ്റ് എങ്ങനെ വരുന്നത്? 460. റേറ്റ് കുറയും. ലോൺ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 4 രൂപ ലോൺ ചെയ്യാം. ഓക്കെ. ഓഫറിൽ തരാന്ന് പറഞ്ഞ എമേസിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? 2018-19 രജിസ്റ്റർ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. വേരിയന്റ് ഏതാ? സെക്കൻഡ് വേരിയന്റ്. VX എന്നുള്ളതിന് താഴെ വരുന്ന V ന്യൂ ഷേപ്പ് വരുന്ന എമേസ്. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,00,000 മുകളിലുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ല? ഹിസ്റ്ററിയുള്ള വണ്ടി. നിലവിലുള്ള കണ്ടീഷൻ ഒക്കെയോ? നല്ല വണ്ടി. ഇതിൽ ഒരു 1-2 റീപ്ലേസ് ഉണ്ട്. മേജർ ആയിട്ടുള്ളതാണോ? മേജർ ആയിട്ടൊന്നുമില്ല. ഡോറാണ്. റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് ഫൈനല്. 6.5 റേഞ്ചിൽ ലോണും കിട്ടും അല്ലേ? ഏത് ഡോറാ പോയെന്നുള്ളത് കാണിച്ചു തരുമോ? അത് റൈറ്റ് സൈഡ് ആണ്. ഈ ഒരു ഡോറാ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെ. പഞ്ചിങ്ങിലൊന്നും വ്യത്യാസം വന്നിട്ടില്ലല്ലോ? ഇല്ല. ഫുള്ള് പക്കയല്ലേ? ഓക്കെ. ജസ്റ്റ് ക്ലെയിമിന് തന്നെ മാറിയതല്ലേ? ഡോറും ഉണ്ട്, ഡോറിന്റെ ഗ്ലാസും വരുന്നുണ്ട്. അല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. 2015 LXi 2015 ഓൾട്ടോ LXi. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് സെക്കൻഡ്. LXi ആണ്. AC-യും പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവും. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസും ഉണ്ടാവും. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? 72,000 കിലോമീറ്റർ ഓടി. നിലവിലുള്ള കണ്ടീഷൻ നല്ല വണ്ടി. റേറ്റ് എങ്ങനെ വരുന്നത്? 2015 2.10 റേറ്റ് വരുന്നത്. ലോണൊക്കെ അത്ര തന്നെ പറയാൻ വേണ്ടി പറ്റുമോ? നമുക്കൊരു 1.80 ലോൺ ചെയ്ത് കൊടുക്കാം. ലോണ് മാക്സിമം കയറുമല്ലോ? കയറും. 1.5 മുകളിൽ കയറൂലേ? അത് ഓരോ പ്രൊഫൈൽ കയറ്റാൻ നോക്കി ചെയ്ത് കൊടുക്കാം അല്ലേ? പൈസയുടെ അടുത്തത് 2013 ZDI KL 20 രജിസ്ട്രേഷൻ ആണ്. ZDയിൽ ശരിക്കും കമ്പനി എല്ലോയ്സ് അല്ലേ വരിക? ഇത് പ്ലേറ്റിന്റെ ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതെ. ഓണർഷിപ്പും കിലോമീറ്റർ എത്ര ഉണ്ടാവും? 3 ഓണറായി. കിലോമീറ്റർ 1.35. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഫുള്ള് ക്ലിയർ അല്ലേ? ZDI ആണ്. അതുകൊണ്ട് തന്നെ എയർ ബാഗും വരുന്നുണ്ടാവും. VDIനെ അപേക്ഷിച്ചിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, EBD, അതേമാതിരി തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. എല്ലോയ്സ് ഉൾപ്പെടെ. റേറ്റിലും ZDയിലും നല്ല ഇറങ്ങുന്ന സമയത്തും മാർക്കറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. 2013 ZDI റേറ്റ് എത്ര വയ്ക്കുന്നത്? നമുക്ക് 3.65. 3,65,000. അല്ല, 2013 VDI നമ്മളവിടെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് 3.75. റീപ്ലേസ് ഉണ്ട്. ഇതിനെന്താ റീപ്ലേസ് ഉള്ളത്? ബോണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇടിച്ച് ഉള്ളോട്ട് കയറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല. പിന്നെ മേജർ ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ബോണറ്റ് ഗ്ലാസ് മാത്രമേ ഉള്ളത്. ഇപ്പൊ നിലവിൽ എടുക്കുന്നതൊക്കെ വേറെ പേടിക്കേണ്ട വിഷയം. റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ലോണൊക്കെ 3.5 അടുപ്പിച്ചിട്ട് ലോൺ കിട്ടൂലേ? ZDI കൊണ്ട് വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. അടുത്തത് എറ്റിയോസ് ലീവ 2014 GD. കേരള വണ്ടിയാണോ? റീ വണ്ടിയാണോ? റീ ആണ്.
കിലോമീറ്റർ ഓണർഷിപ്പ് റീപ്ലേസ് കിലോമീറ്റർ 1.25. ഓക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റൂല ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ്. നിലവിൽ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇപ്പൊ നിലവിലൊന്നുമില്ല. എടുക്കുന്ന വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, നല്ല വണ്ടി. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ഇന്റീരിയർ ഒക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20ന്റെ പുറത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 3.95. 3,97,000 രൂപയ്ക്ക് 2014 മോഡൽ ലിവ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ലോണൊക്കെ 3.5 അടുപ്പിച്ചിട്ട് കിട്ടും. ഓക്കെ, എടുക്കുന്ന വേറെ പണി ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. ബജറ്റ് അവിടെ 3-4 വണ്ടി കൂട്ടിട്ടിട്ട് ഒക്കെ പോയതാ? ഇതൊക്കെ പോയതാണ്. ഇനി ബൊളേറോ 2012 SLX എന്നുള്ളത് ZLX അന്നത്തെ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഇതിന്റെ എഞ്ചിൻ ഏതാ? M2D ആണോ വരുന്നത്? ഇത് CRD ആണോ? എനിക്കറിയില്ല, ഞാനാ ചോദിച്ചത്. M2D കാണാറുണ്ട് 12ലൊക്കെ. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ബജറ്റ്? കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെയോ? സെക്കൻഡ് 2012 ബൊളേറോ. റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് 3.75. 3.75. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ഒരു 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടൂല ഡീസലിൽ. എടുക്കുന്നതാക്കുമ്പോ നിലവിൽ വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ ഓടിച്ചാൽ മതി അല്ലേ? 2013 ആസ്റ്റ അല്ല, സ്പോർട്സ് മാഗ്നയാണത്. 2013 മാഗ്ന. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ സെയിം എഞ്ചിൻ തന്നെ. മൈലേജ് ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നു? അല്ലെങ്കിൽ മൈലേജ് 18 സോറി. 4 ഡോർ വിൻഡോസ് ഓട്ടോമാറ്റിക് AC ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താ? നല്ല വണ്ടിയാ. ഏതാ? നല്ല വണ്ടിയാ. റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? 2.95. 2013 മോഡൽ മാഗ്നയ്ക്ക് അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 1.10. 1.10 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ കുറെ ഉണ്ടാവും? ഇല്ല, 2 സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടേ ഉള്ളൂ. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് 2-2.25 ഉള്ളിൽ തരാം. റേറ്റ് 2.90 ഇനിയും കുറയുന്നുണ്ടാവും അല്ലേ? വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളിലൊക്കെ ഏകദേശം ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിച്ചാൽ കിട്ടൂലേ? ലോൺ ചെയ്യാന്ന് പറഞ്ഞ വണ്ടിക്ക് ലോൺ കിട്ടൂലേ? പ്രൊഫൈൽ ഉള്ളവർക്ക് വില കുറയ്ക്കാന്ന് പറഞ്ഞു കൊടുക്കുക. വണ്ടിക്ക് വില കുറച്ച് കൊടുക്കൂലേ? കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ മേളക്കായിട്ടുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഹാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.